കൊച്ചിയിൽ യുവതിയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവനെതിരെ വേറെയും പരാതികൾ. സാമ്പത്തിക തട്ടിപ്പിന്റെയും വ്യക്തിഹത്യയുടെയും പേരിലാണ് പരാതി. ബിജെപി ഓഫീസ് മുൻ ജീവനക്കാരിയാണ് മരട് പോലീസിൽ പരാതി നൽകിയത്. പങ്കാളിയായ യുവതിയെ ക്രൂരമായി മർദ്ദിച്ച കേസിലാണ് യുവമോർച്ച എറണാകുളം ജില്ലാ സെക്രട്ടറി ഗോപു പരമശിവൻ കഴിഞ്ഞ ദിവസം റിമാൻഡിലായത്. ഇതിനു പിന്നാലെയാണ് ഇയാൾക്കെതിരെ കൂടുതൽ പരാതികൾ വരുന്നത്. ബിജെപി എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കോൾ സെന്റർ ജീവനക്കാരിയായി ജോലി ചെയ്തിരുന്ന ലിജി അനീഷാണ് മരട് പോലീസിൽ പരാതി നൽകിയത്. സാമ്പത്തിക തട്ടിപ്പിന്റെയും വ്യക്തിഹത്യയുടെയും പേരിലാണ് പരാതി. ഒരു കേസിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട വക്കീലിന് നൽകാൻ ഏൽപ്പിച്ച പണം ഗോപു പരമശിവൻ തട്ടിയെടുത്തതായും ലിജി പറഞ്ഞു. പൈസ അപ്പോൾ വക്കീലിന് കിട്ടിയില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ ഞങ്ങൾ സ്പോട്ടിൽ തന്നെ നിന്നിട്ട് ഗോപു പരമശിവത്തിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, അവൻ റെസ്പോണ്ട് ചെയ്തില്ല. അവൻ അപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്ത്. ബിജെപി ജില്ലാ നേതാക്കളോട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല. പകരം തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയെന്നും ലിജി അനീഷ് പറഞ്ഞു. ബിജെപി ജില്ലാ പ്രസിഡന്റ് KS ഷൈജുവിനെ കണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒരു അനക്കവും ഇല്ല. കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞ് അവരത് ചെവിക്കൊണ്ടില്ല. 2 ആഴ്ച കഴിഞ്ഞ് ഒരു ദിവസം ഈ ഒരു അനക്കൊന്നും കാണാണ്ട് വന്നപ്പോഴത്തേക്കും വീണ്ടും ചോദിച്ചപ്പോഴത്തേക്കാണ് ഇവർ പറയുന്നത് എൻ്റെ ജോലി കളഞ്ഞു. എന്നെ പാർട്ടി എന്നല്ല, എന്നെ ഓഫീസിൽ നിന്ന് കോൾ സെൻറ്റർ സ്റ്റാഫായിരുന്നു, എന്നെ ഓഫീസിൽ നിന്ന് പുറത്താക്കി. ഗോപുവും മറ്റ് BJP നേതാക്കളും തനിക്കും ഭർത്താവിനുമെതിരെ വ്യക്തി അധിക്ഷേപവും ജാതി അധിക്ഷേപവും നടത്തിയതായും ലിജിയുടെ പരാതിയിലുണ്ട്. ജോലി നഷ്ടപ്പെടുത്തിയ നേതാക്കൾ തനിക്ക് മറ്റൊരിടത്ത് ജോലി കിട്ടുന്നത് തടയാൻ ശ്രമിച്ചതായും ലിജി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. പ്രമുഖ BJP നേതാക്കളുമായുള്ള അടുത്ത ബന്ധമാണ് അർഹരായ നിരവധി യുവാക്കളെ ഒഴിവാക്കി ക്രിമിനൽ സ്വഭാവമുള്ള ഗോപു പരമശിവനെ ജില്ലാ നേതാവാക്കി ഉയർത്തിയത്. കൈരളി ന്യൂസ്, കൊച്ചി.